بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. إنك لا تخلف الميعاد. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാന്യനായ അധ്യക്ഷൻ കെ വി അലവിക്കുട്ടി മൗലവി, ഇവിടെ പ്രഭാഷണം നടത്താനിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഫൈസൽ പുതുപ്പറമ്പ്, ബഹുമാന്യരായ രക്ഷിതാക്കളെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഈ വരുന്ന ജനുവരി മാസം അവസാനത്തെ ആഴ്ച മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ഒരു പ്രബോധന സംഗമം നമ്മുടെ പരിസരത്ത് കുളപ്പുറത്ത് വെച്ച് നടക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു സമ്മേളനത്തിൻ്റെ കുറച്ചു സമയം അതിൻ്റെ പ്രചരണവും പിന്നീട് നമ്മുടെ ആദർശ രംഗത്തുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യ സംശയ നിവാരണങ്ങളും വിശദീകരണങ്ങളുമൊക്കെ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഒരു 7-7:15 മണിക്ക് ഇശാബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു തുടർച്ചയായിട്ട് ഉള്ള പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചില വിഷമങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇശാനമസ്കാരത്തിന് വേണ്ടി നമ്മളതിൻ്റെ ജമാഅത്തിൻ്റെ സമയമാകുമ്പോൾ ഒരിടവേള
നൽകിയിട്ട് മതി. അതല്ലാതിരുന്നാലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ കുറച്ചൊക്കെ ദീർഘിച്ച് ചോദ്യോത്തരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരും പിന്നെ അവരുടെ വീട്ടിലെത്താനുള്ള തിരക്കിൽ ജമാഅത്ത് നഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത്. അപ്പം അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമ്മൾ സമ്മേളനം നടത്തുന്നത് എന്തിനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ തൊട്ടടുത്തായതുകൊണ്ടും നമുക്കൊക്കെ വേങ്ങര മണ്ഡലത്തിലല്ലാത്തത് കൊണ്ട് അതിന് വല്ല മുടക്കൊന്നും വരൂല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമ്മേളനം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ സമ്മേളനവും നടത്തുമ്പോൾ നമ്മൾ ലക്ഷ്യമാക്കാറുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന കാരണവന്മാർക്കൊക്കെ അറിയാം. 1970കളുടെ അവസാനത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ബൃഹത്തായ സമ്മേളനത്തെപ്പറ്റി ആ ഒരു രംഗവുമായി രംഗത്തേക്ക് ഇറങ്ങിയത്. അതിൻ്റെ മുമ്പും ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് നമ്മളൊക്കെ തന്നെ. എന്നിരുന്നാലും ഒരു ക്രമപ്രവൃദ്ധമായി സംസ്ഥാനാടിസ്ഥാനത്തിൽ എല്ലാ ജില്ലയിലും ജില്ലാ സമ്മേളനങ്ങൾ, മണ്ഡലം സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനം എന്നിങ്ങനെ ഒരു റുട്ടീനായി ഒരു പ്രത്യേക പദ്ധതി വെച്ചുകൊണ്ടുള്ളൊരു സമ്മേളനം നമ്മൾ പുളിക്കൽ സമ്മേളനത്തോടു കൂടിയാണ് ആരംഭിച്ചത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിൻ്റെ മുമ്പും പല സമ്മേളനങ്ങളിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രമം, പിന്നെ അതിന് അങ്ങോട്ട് 3 കൊല്ലം കൂടുമ്പോൾ ഒരു സമ്മേളനം നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചു സംസ്ഥാന അടിസ്ഥാനത്തിൽ. പിന്നീട് അത് ഫറോക്കിൽ സമ്മേളനം എത്തിയപ്പോൾ 3 കൊല്ലം കൊണ്ട് ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നി. അത് 5 കൊല്ലമായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ ഏകദേശം ഒരു അരനൂറ്റാണ്ടോളം വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് സമ്മേളനം എന്ന് പറയുന്നത് ഒരു ശക്തി പ്രകടനത്തിനല്ല, നമ്മളെ വലുപ്പം കാണിക്കാനും ഇവിടെയുള്ള മറ്റു നമ്മളെ സഹോദര മത സംഘടനകൾ, അതുപോലെ സഹോദര മതവിശ്വാസികൾ, ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടികളുമായ ആളുകൾ, അവരെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു എണ്ണപ്പെരുപ്പം കാണിച്ച് അതിൻ്റെ ഒരു ശക്തി പ്രകടിപ്പിച്ച ഒരു പ്രകടനമൊന്നും നമ്മളെ സമ്മേളനത്തിൽ ഉണ്ടാവാറില്ലല്ലോ. നേരെ മറിച്ച് അന്ന് ആ പുളിക്കൽ സമ്മേളനം മുതൽ അതിൻ്റെ ലക്ഷ്യമാക്കിയപ്പോൾ അതിൻ്റെ ആ ആലോചനാ യോഗത്തിൽ കൂടിയത്, ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കൂടിയത് എനിക്ക് ഓർമ്മയുണ്ട്. മഹാനായ അലി അബ്ദുറസാഖ് മൗലവി മർഹൂം അന്ന് അതിൻ്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, സമ്മേളനം എന്നുള്ളത് ഒരു കൂടലാണ്. അതെല്ലാവരും കൂടി വരും, കുട്ടികളും മക്കളും കുടുംബവും ഒന്നാകെ വരും. അവരിരുന്ന് കുറേ കേൾക്കും, കുറേ ഒച്ചയും പുളിയും ബഹളമൊക്കെ ആയിട്ടുണ്ടാവും. ഒരു 4 ദിവസം കഴിഞ്ഞാണ് പോകും. ഈ സമ്മേളനത്തിൻ്റെ മുമ്പ് കേരളത്തിലെ എല്ലാ മുക്കുമൂലകളിലും നമ്മൾ ദഅവ, പ്രബോധനം, ഖുർആനും സുന്നത്തും അത് അതിൻ്റേതായ രൂപത്തിൽ ശാന്തമായ കുടുംബ സദസ്സുകൾ മുതൽ വാഹനത്തിലുള്ള കൊച്ചു കൊച്ചു കവലകളിലുള്ള പ്രഭാഷണങ്ങൾ മുതൽ വഅ്ള് പരമ്പരകൾ മുതലുള്ള കാര്യങ്ങൾ നടത്തി നമ്മളെ ആദർശവും വിശ്വാസവും സംസ്കരണവും ജനങ്ങളിൽ ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ ഒരു കല്യാണം കൂടുന്ന മാതിരി കൂടി പിരിഞ്ഞു പോവുക. ഇതാണ്. അതല്ലാതെ സമ്മേളനം കൊണ്ട് അത്ര വലിയൊരു ഒരു പ്രബോധന, ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു വിഷയം 1-2 മണിക്കൂർ വെച്ചൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. ഏകദേശം സമ്മേളനത്തിലെ പ്രഭാഷണങ്ങൾ അത് തുടങ്ങുകയായതുകൊണ്ട് അങ്ങനെ റസാഖ് മൗലവി അങ്ങനെയാണ് പറഞ്ഞത്. സമ്മേളനത്തിലെ പ്രഭാഷണങ്ങൾ ഒരു 40 മിനിറ്റോ 45 മിനിറ്റോ ഒക്കെ ഒരാളുടെ പ്രഭാഷണം ഉണ്ടാവുള്ളൂ. ഒരു വിഷയമൊന്നും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഒരു വിഷയാവതരണം നടത്തി 1-2 മണിക്കൂറുകളൊക്കെ അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേരളത്തിൽ മൊത്തം നടത്തിയിട്ട് അതിൻ്റെ ഒരു സമാപനമായിരിക്കണം നമ്മളെ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ആ ഒരു അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ചങ്ങരംകുളം സമ്മേളനം വരെ നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വളരെ അടുത്തു നിന്നുള്ള അതിൻ്റെ പങ്കാളിത്തവും പ്രവർത്തനങ്ങളും നടത്തിയതാണ്. ചങ്ങരംകുളം സമ്മേളനത്തിന് ഏകദേശം
നമ്മളെ ടാർഗറ്റ് 3 ലക്ഷം പ്രഭാഷണങ്ങൾ കേരളത്തിൽ നടത്തണം എന്നായിരുന്നു. എൻ്റെ ദഅ്വ വകുപ്പിൻ്റെ ടാർഗറ്റ് 3 ലക്ഷം പ്രഭാഷണങ്ങൾ. അത് ശരിക്കും എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് അന്ന് ഞങ്ങൾ ദഅ്വത്തിൻ്റെ ഒരു റിവ്യൂ നടത്തിയപ്പോൾ, ഒരു വിശകലനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. 3 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ വേങ്ങര ഒരു അരമണിക്കൂർ ഒരു വാഹനത്തിൽ പ്രചരണം നടത്തി, പിന്നെ കച്ചേരിപ്പടിക്കൽ, പിന്നെ മണ്ണിൽ പിലാക്കൽ ഒരു അരമണിക്കൂർ, പിന്നെ കക്കാട് ഒരു അരമണിക്കൂർ, തിരൂരങ്ങാടി ഒരു മണിക്കൂർ, അവിടുന്ന് കണ്ട് കഴിഞ്ഞിട്ട് ചെമ്മാട് ഒരു അരമണിക്കൂർ, അങ്ങനെ പോയി ഇവിടുന്ന് ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരു 10, 70, 75 സ്ഥലങ്ങളിൽ ഒരു വാഹനം പ്രചരണം നടത്തിയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ ജില്ലകളിലും 100 കണക്കിന് വാഹനങ്ങൾ പ്രചരണം നടത്തുകയും അതിൻ്റെ ഇടയിൽ കുടുംബ സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും വഴുത് പരമ്പരകളും വമ്പിച്ച ഒരു ദിവസത്തെ മൊത്തം ക്യാമ്പുകളും ഒക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു 3 ലക്ഷത്തോളം പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ചങ്ങരംകുളം വരെ നമുക്ക് നടത്താൻ കഴിയുകയും അത് വിജയിക്കുകയും അതിൻ്റെ ഫലം നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചങ്ങരംകുളം സമ്മേളനത്തിൻ്റെ ശേഷം പിന്നീട് കഴിഞ്ഞ ഒരു അവസ്ഥയിൽ അതിൻ്റെ ദഅ്വ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള ചെയർമാൻ കൂടിയായിരുന്നു ഞാൻ. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സമ്മേളനം ഒരു ദഅ്വത്ത് കൊണ്ട് കേരളത്തെ മുഖരിതമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിൽ നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. ആരെയും കുറ്റം പറയാനല്ല ഞാനിതിവിടെ പറയുന്നത്. കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്ക് ഈ ബാധ പിടികൂടുകയും കുറച്ച് ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാലേ ഞങ്ങളുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കൾക്ക് തോന്നുകയും ആ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ദഅ്വ പ്രവർത്തനത്തിൽ കോഴിക്കോട് വെച്ച് 300ഓളം പ്രബോധകന്മാരെ ക്ഷണിച്ച് കൃത്യമായി നമ്മൾ ഒരിക്കലും ഈ ഒരു വിഷയത്തിലെ അല്ല ഊന്നേണ്ടതെന്നും നമ്മളെ ആദർശം എന്താണോ നമ്മൾ പറഞ്ഞു തുടങ്ങിയതൊരു 100 നൂറ്റാണ്ട് കാലം, ആ ഒരു 100 നൂറ്റാണ്ട് കാലത്തെ നമ്മളുടെ ചരിത്ര പാരമ്പര്യവും ആ ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നമ്മുടെ ആദർശവും ജനങ്ങളെ അറിയിക്കുകയും അജയ്യമായിരുന്നു ആ ആദർശം. അതിലേക്ക് കേരളക്കാർ ഒരു 100 നൂറ്റാണ്ട് കൊണ്ട് കേരളത്തിലെ എല്ലാ മതസംഘടനകളും വന്നിട്ടുണ്ട്. അതിലേക്ക് അവർ പേരിൽ രാജിവെച്ച് മറ്റുള്ള സംഘടനയിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും നമ്മൾ ജനങ്ങളോട് പറയുന്ന ഈ ആശയത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ വീതിയും നീളവും അതിൻ്റെ വിശാലതയും അതിൻ്റെ ആഴവും പരപ്പും കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാഹി ആദർശത്തിൻ്റെ വിശ്വാസ ആചാരരംഗത്ത് അതിൻ്റെ അജയ്യതയുടെ ആ ശക്തി അത് ബോധ്യപ്പെടുത്താനാണ് ഈ സമ്മേളനമെന്ന് 300ഓളം ദാഴികളെ വിളിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടും മറുഭാഗത്തുകൂടി ആ ദാഴികൾ മറ്റേതോ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും യഥാർത്ഥത്തിൽ സമ്മേളന പ്രചരണം എന്ന് പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിലെ തന്നെ ഒരു വിഭാഗത്തിനെ പുറത്താക്കുവാനുള്ള ആഹ്വാന പ്രചരണമായി മാറുകയും സമ്മേളനത്തിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ എന്തൊക്കെ പ്രസംഗിക്കുന്നു, എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള ഒരു ആകാംക്ഷയോടുകൂടി ഒന്നിക്കാനല്ല പിരിയാനുള്ള സമ്മേളനമാണ് എന്ന ഒരു മനസ്ഥിതിയോടുകൂടിയായിരുന്നു സമ്മേളനത്തിൽ ആളുകളെ നിയന്ത്രിച്ചിരുന്നതും ആളുകളെ വെച്ചിരുന്നതും വളണ്ടിയർമാരെ വെച്ചിരുന്നതും ഒക്കെ തന്നെ എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആ പഴയ സമ്മേളന ശൈലിയിലേക്ക് ഇത് പറഞ്ഞാൽ ഇത് ആളെ കാണിക്കാനോ ശക്തി പ്രകടിപ്പിക്കാനോ അല്ലാതെ അള്ളാഹുവിൻ്റെ ദീൻ അത് അതിൻ്റേതായ രൂപത്തിൽ ഒരു മനുഷ്യനെയെങ്കിലും എത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു സമ്മേളന ശൈലി വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരാം. നമ്മുടെ കാരണവന്മാരും നേതാക്കന്മാരും ഇവിടെ ജാബിർ പറഞ്ഞതുപോലെ കെ മൗലവി റഹ്മത്തുള്ള അടക്കം അവർ മുതൽ KP മുഹമ്മദ് മൗലവി വരെയുള്ള ആ കാലഘട്ടത്തിനിടയിൽ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും നമുക്കവർ അനന്തരമായി തന്നതുമായ ഒരു ദഅ്വ ശൈലിയിലേക്ക് തിരിച്ചു വരിക എന്നതാണ് ഈ ജില്ലാ സമ്മേളനം കൊണ്ട് ഇതിൻ്റെ ഈ ദഅ്വ സംഘാടകരായ ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഇത് മുടക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിചാരിക്കണം, ഇത്രയും നാട്ടിലൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഉണ്ടോ? ഇതൊക്കെ മുടക്കി ഇതൊന്നും പൊതുയോഗത്തിലൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഒന്നും ഹയാത്തിലുണ്ടോ
എനിക്ക് തോന്നിപ്പോവുകയാണ് ഇതിലൊക്കെ. അങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടാവോ? ഒന്ന് ആലോചിച്ചൂടെ? ഇന്നെങ്കിലും ഒന്ന് കിടക്കപ്പായിൽ അള്ളാന്നും പറഞ്ഞ് കിടന്നിട്ടൊന്നിങ്ങനെ ആലോചിച്ചാൽ വേണ്ടിയിരുന്നോ? ഇതൊക്കെ ഒരു ഇസ്ലാമിക ശൈലിയാണോ? ഒരു മാനമുള്ള തറവാടിത്വമുള്ളവരുടെ ശൈലിയാണോ? ഒരു ഇസ്ലാമിക പ്രബോധകൻ്റെ ശൈലിയാണോ എന്നൊക്കെ ഒരു ചിന്തിക്കാൻ സമയമായിട്ടുണ്ട് കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അത് ആ ഒരു ദഅവത്താണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ 7:30 ഒരു 3 മിനിറ്റും കൂടി ജമാഅത്തിനുണ്ടാവുള്ളൂ. നമ്മൾ പെട്ടെന്ന് ജമാഅത്തും നമ്മുടെ സുന്നത്ത് നിസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക. എന്നിട്ട് നമുക്ക് തുടർന്ന് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പറഞ്ഞ പോലെ ദഅവത്ത് പ്രവർത്തനമാണ് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം. പുളിക്കൽ സമ്മേളനത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്, പുളിക്കൽ സമ്മേളനം നടക്കുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ആ തരത്തിലുള്ള ചിട്ടയിലും ചിട്ടവട്ടങ്ങളോടുകൂടി ഒരു ഇസ്ലാമിക സമ്മേളനം 3-4 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന അത്ര പ്രൗഢമായ ഒരു ഇസ്ലാമിക സമ്മേളനം ഇന്ത്യയിൽ പോലും ഒരു മതവിഭാഗം നടത്തിയിട്ടുണ്ടോ എന്ന് അന്ന് പല നേതാക്കളും, പ്രത്യേകിച്ച് അഹ്ലെ ഹദീസിൻ്റെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ, അഹ്ലെ ഹദീസിൻ്റെ നേതാക്കൾ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്നും ഒക്കെ വന്ന അവിടുത്തെ അഹ്ലെ ഹദീസുകാരല്ലാത്ത പുരോഗമന ചിന്താഗതിക്കാരായ ആളുകൾ വരെ, മൗലാന വഹീദുദ്ദീൻ ഖാനെ പോലെയുള്ള ആളുകൾ വരെ അന്ന് ആ സമ്മേളനത്തെപ്പറ്റി പ്രശംസിച്ചത് അതായിരുന്നു. ഇത്ര ചിട്ടവട്ടങ്ങളോടുകൂടി ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കുടുംബ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇങ്ങനെയുള്ളൊരു സമ്മേളനം ഞാൻ ആദ്യമാണ് കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, കേരളത്തിൽ അന്ന് 27 ശാഖകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത് പുളിക്കൽ സമ്മേളനം നടക്കുന്നത്. എൻ്റെ ഓർമ്മ അതാണ്. ഏതായിരുന്നാലും 30-ൽ താഴെ ശാഖകൾ മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് അത്ര പ്രൗഢമായി കേരളത്തിൽ മുക്കുമൂലകളിൽ ഇളക്കി മറിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു ദഅവാ സംഗമം നടത്താൻ നമുക്ക് സാധിച്ചതും ആ സംഗമത്തിൻ്റെ അതിൽ നിന്ന് ഉൾക്കൊണ്ട ആവേശമായിരുന്നു പിന്നീട് നമ്മളെ ഇതുപോലെയുള്ള ദഅവാ രംഗത്തേക്കും ദഅവാ പ്രവർത്തനത്തിലേക്കും ക്യാമ്പയിനിലേക്കും സംസ്ഥാന തലത്തിലുള്ള ജില്ലാ തലത്തിലുള്ള ക്യാമ്പയിനുകളിലേക്കൊക്കെ ശാസ്ത്രീയമായ ഒരു രൂപം എത്തിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശാഖകൾ എത്രയാണ്, നമ്മുടെ ആൾബലം എത്രയാണ് എന്നതൊന്നുമല്ല. നമ്മുടെ ലക്ഷ്യം അത് സത്യമാണെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി അത് സാക്ഷാത്കരിക്കാൻ ആവശ്യമായ സഹായം അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് വസ്തുത. ഇവിടെയുള്ള കാരണവന്മാർക്ക് വേണ്ടിയല്ല ഞാൻ ഇപ്പോൾ ഇനിയുള്ള ഒരു കാര്യം പറയുന്നു. ചെറുപ്പക്കാരായ ഒരു 40-ൻ്റെ താഴെയുള്ള എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾക്ക് വേണ്ടിയാണ്. പാലക്കാട് സമ്മേളനം നടക്കുന്ന സമയത്ത് 1982-ൽ പാലക്കാട് സമ്മേളനം നടക്കുന്നതിൻ്റെ തലേ ദിവസം, നാളെ ഒരു വ്യാഴാഴ്ച സമ്മേളനം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം രാത്രി 1:30 മണിക്കാണ് ഞങ്ങൾ കുറച്ച് ആളുകൾ മുജാഹിദ് സെൻ്ററിൽ നിന്ന് കുറേ ഫയലുകളും കെട്ടുകളും റസീദ് ബുക്കുകളൊക്കെ ആയിട്ട് പാലക്കാട് എത്തുന്നത്. നാളെ സമ്മേളനം തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ റെക്കോർഡുകളും രേഖകളൊക്കെ ഒരു ജീപ്പിൽ കൊണ്ടുപോയി കുറച്ച് ആളുകൾ കൂടിയിട്ട് അവിടെ എത്തി അതിൻ്റെ ഇത് ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിക്കേണ്ട ബാധ്യത എനിക്കായിരുന്നു. നേതാക്കളൊക്കെ നേരത്തെ പാലക്കാട് എത്തിയിട്ടുണ്ട് അന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ KP മുഹമ്മദ് മൗലവി ഷർട്ട് അഴിച്ചിട്ട് ഒരു ബനിയനൊക്കെ ഇട്ട് അദ്ദേഹം തല താഴ്ത്തി അങ്ങനെ ഒരു ഭാഗത്ത് ഒരു മേശയിൽ കയ്യും കുത്തി അങ്ങനെ തല കയ്യിലേക്ക് വെച്ച് താഴ്ത്തി ഇരിക്കുകയാണ്.
ആ സമയത്ത് ഞാൻ വന്നിട്ട് സലാം ചൊല്ലി പറഞ്ഞു, ഈ കെട്ടുകളൊക്കെ മൗലവി എല്ലാ രേഖയും ഇവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങളിപ്പോഴാണ് എത്തിയത്. അദ്ദേഹം ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം ഞങ്ങൾ കഴിച്ചോളാം, വഴിയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്, രേഖകൾ ഇതാ മൗലവിൻ്റെ മുമ്പിലുണ്ട്. ശരി. പിന്നെ ചോദിച്ചു, മൗലവി സമ്മേളനത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, വല്ല വിവരവും കിട്ടിയോ? വെറുതെ കുറേ ഊഹാപോഹങ്ങൾ നിങ്ങൾക്കറിയാലോ, പാലക്കാട് സമ്മേളനം നടക്കില്ല എന്നൊക്കെയുള്ള കുറേ ഊഹങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ്. ബാബരി പള്ളി പൊളിച്ചതിനോടനുബന്ധിച്ചുള്ള ആ ഇന്ത്യ രാജ്യം പുകഞ്ഞു നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ മൗലവി കുറേ നേരം KP മിണ്ടാതിരുന്നിട്ട് പിന്നെ കണ്ണാടൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പടച്ചവനോടാണ് പ്രാർത്ഥിച്ചുകൂടി. കുട്ടികളും വലിയവരും എല്ലാവരും കൂടിയാണ് പ്രാർത്ഥിക്കുക, എന്നാൽ നമുക്ക് സമ്മേളനം നടത്താം. സത്യം പറഞ്ഞാൽ ആ വാക്ക് അദ്ദേഹം വളരെ ഗദ്ഗദത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് തന്നെ മൂപ്പർക്കൊരു പ്രയാസമുള്ള മാതിരിയാണ്. വേഗം പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പടച്ചവനോടാണ് പ്രാർത്ഥിച്ചുകൂടി എന്നും പറഞ്ഞ് അദ്ദേഹം വീണ്ടും തലയും താഴ്ത്തി ഉള്ളം കയ്യിൽ തലയും വെച്ച് തല കുത്തി അങ്ങനെ ദീർഘമായി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു കിട്ടിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ശക്തിയും നമ്മളുടെ കയ്യൂക്കും ആൾബലവും നമ്മുടെ മറ്റു തരത്തിലുള്ള സ്വാധീന ശേഷികളൊന്നുമല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തെ വളർത്തിയത്. പാലക്കാട് സമ്മേളനം അറിയുന്ന ആളുകൾക്ക് അത് പച്ചയായിട്ട് ആ ബോധ്യം ഉണ്ടായിരിക്കും. ഇന്ത്യ രാജ്യം ഡൽഹിയിലെ ആഭ്യന്തര വകുപ്പ് വരെ ആ സമ്മേളനത്തിന് അനുമതി കൊടുക്കണമോ വേണ്ടേ എന്നതിൽ കേരളത്തിലെ നമ്മുടെ സമുദായത്തിൻ്റെ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ തിരക്കിട്ട് ഈ സമൂഹത്തിൻ്റെ ഈ വിഭാഗത്തിന് ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ഭീകരവാദികളും തീവ്രവാദികളുമല്ല. അവരെ സമ്മേളനം നടത്താൻ വേണ്ടിയുള്ള സഹായങ്ങൾക്ക് അവർ ഓടി നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയും ആഭ്യന്തര വകുപ്പിൽ വലിയ ചർച്ചയാവുകയും അതിന് സഹായകമായി കേരളത്തിലെ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, മുസ്ലിം ലീഗ് അടക്കമുള്ള അവർ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിന് അനുമതി കൊടുക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ സമ്മേളനം യഥാർത്ഥത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ചെറിയ കൊച്ചു കുഞ്ഞിനെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ പോലും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് കോട്ട മൈതാനിയിൽ സമ്മേളന നഗരിയിലേക്ക് പോലീസ് കടത്തിവിട്ടത്. അങ്ങനെയാണ് ആ സമ്മേളനം വിജയിച്ചതും പിൽക്കാലത്ത് കേരള മുസ്ലിമീങ്ങളുടെ പ്രത്യേകിച്ചും മത സംഘടനകളുടെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു വെള്ളിരേഖ എഴുതി ചേർത്ത സമ്മേളനമായത്. എന്താ കാരണം? നമ്മളെ ശക്തിയല്ല, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശക്തിയല്ല, പടച്ചവൻ്റെ നോടുള്ള പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ തൗഫീക്കും മാത്രമാണ്. ആ ഒരു തൗഫീക്ക് കൈമുതലായിക്കൊണ്ട് സംഘടനയുടെ ബലം ഇല്ലെങ്കിൽ പോലും, മറ്റു തരത്തിലുള്ള പ്രമാണിത്വത്തിൻ്റെ ബലമില്ലെങ്കിൽ പോലും നമുക്ക് ഈ ദഅവത്തുമായി മുന്നോട്ട് പോകാൻ യാതൊരു തടസ്സവുമില്ല. ആരുടെയും അനുമതിയും ചീട്ടും ആവശ്യമില്ല എന്ന ഒരു ആത്മാർത്ഥമായ ബോധം ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇതൊരു നിർണായകമായ ഘട്ടമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതിന് പരിഹാരങ്ങളുണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇതിലൊന്നും വികാരം കൊള്ളേണ്ട ആവശ്യമില്ല. പല ആളുകളും ഈ ജാതി കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾ, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും നെഞ്ചത്ത് കൈവച്ച് കരയാറും വിതുമ്പാറുമുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചിട്ട് അവസാനം ഇതെത്തിപ്പെട്ടത് ഈ ഒരു ദുരന്തത്തിലാണല്ലോ എന്ന് പറഞ്ഞ് വിതുമ്പുമ്പോൾ ഞാൻ പറയാറുള്ളത്, ഇതൊക്കെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടും വായിക്കാത്തത് കൊണ്ടുമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ റൗള ഷരീഫിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ച് മദീന സന്ദർശിക്കുന്ന ആളുകൾ പുറത്തിറങ്ങുന്ന ആ ഭാഗത്ത് മറ്റൊരു മിമ്പറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച മിമ്പർ അല്ലാത്ത ഒരു പുറത്തുള്ള മിമ്പർ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ടായിരുന്ന ആ സ്ഥലത്തിൻ്റെ മുമ്പിൽ നബിയുടെ ഖബറിലേക്ക് തിരിയുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്
ബാബുസലാമിൽ കൂടി കടന്നു വന്നാൽ കാണുന്ന ഒരു മിമ്പർ. ആ മിമ്പറിൻ്റെ അടുത്ത് വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 2 മക്കളെ റുഖിയ റളിയല്ലാഹു അൻഹയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും 2 പ്രാവശ്യമായി ഒരു മകൾ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുക്കുകയും ഉസ്മാൻ ദുന്നൂറൈൻ 2 പ്രകാശത്തിൻ്റെ ഉടമയായ ഉസ്മാൻ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുകയും ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ജൂതന്മാരോ അല്ലെങ്കിൽ നസാറാക്കളോ മക്കയിലെ മുശ്രിക്കുകളോ ഒന്നുമായിരുന്നില്ല, മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു. സഹാബിമാരുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തുള്ള സംഭവമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വാഖിഅത്തുൽ ജമൽ, വാഖിഅത്തു സിഫീൻ, ഒരു ഭാഗത്ത് 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മറുഭാഗത്ത് പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി, ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ വന്യയായ മാതാവ് ഉമ്മഹത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു മറുഭാഗത്ത്. ഇപ്പുറത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വാഖിഅത്തുൽ ജമൽ എന്ന ആ ഘോരമായ 100,000-ഓളം മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധം നയിച്ചിരുന്നത്. ചില തെറ്റിദ്ധാരണകളുടെയും ചില ആളുകളുടെ കുശുമ്പിൻ്റെയും കുറുമ്പിൻ്റെയും താല്പര്യങ്ങളുടെയും ഫലമായി മുസ്ലിമീങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഒരുതരം പൈശാചികമായ ഒരു ബോധം കൊണ്ടവർ അന്തം വിട്ട് കണ്ണു കാണാതെയായതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയോ ആ മഹദിയായ ഉമ്മയുടെ പിന്നിൽ അണിനിരന്ന സഹാബാക്കൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫ, അലിയും ഫിൽ ജന്ന, അലി സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ മരിക്കുന്നതിന് മുമ്പ് ചീട്ടെഴുതി കൊടുത്ത അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽ പിന്നാലെ കൂടിയ ആ ഒരു സംഘം വേറെയും, ഈ 2 സംഘവും വസാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ ഫി ജന്നാത്തി നഈം, എല്ലാ രംഗത്തും മുൻകടന്ന സാബിഖീങ്ങളായ സഹാബികളും മുഹാജിറുകളും അൻസാറുകളും അവരെ പിന്തുടർന്ന താബിഉകളുമായിരുന്നു എന്നതാണ് ചരിത്രം. പക്ഷേ ആ 2 സംഘത്തെയും തമ്മിൽ അടുപ്പിക്കാൻ, തമ്മിൽ ഭിന്നിപ്പിക്കാൻ, അവരെ തമ്മിൽ അടുപ്പിച്ച് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ, മുസ്ലിം ജമാഅത്തിനെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ഗൂഢസംഘം പണിയെടുക്കുകയും ആ പണിയുടെ ഫലമായിരുന്നു അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തും ആയിഷ റളിയല്ലാഹു അൻഹ മറുഭാഗത്തും ജമൽ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം. അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇത് ഞങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണ്, അത് ഇന്നത്തെ ഭാഷ, അന്നത്തെ ഭാഷയിൽ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണ്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നെയും എൻ്റെ എളാമ ആയിഷ റളിയല്ലാഹു അൻഹയെയും വഞ്ചിച്ചതാണ്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ശത്രുക്കളാക്കിയതാണ് എന്ന് ബോധ്യമായപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധം നയിച്ചിരുന്ന ഒട്ടകത്തിൻ്റെ കാല് വെട്ടി ഒട്ടകത്തെ നിലത്തിടുകയും ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉമ്മ എഴുന്നേൽക്കുക, നമ്മൾ തമ്മിൽ തെറ്റിദ്ധരിച്ചതാണ്, വസ്തുത അതല്ല, നമ്മളെ ചതിച്ച ഒരു വിഭാഗമാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ചതിയിൽ കൂടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 90,000 മുസ്ലിമീങ്ങൾ മരിച്ചതിൻ്റെ ശേഷം ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് ബോധമുണ്ടായത്. ഇതൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രമാണ് സഹോദരന്മാരെ. ഈ ചരിത്രം വായിക്കുകയും പഠിക്കുകയും അതടിസ്ഥാനത്തിൽ വളർന്നു വരികയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ ഭിന്നിപ്പ് നിരാശരാവാനോ അല്ലെങ്കിൽ പ്രയാസപ്പെടാനോ അല്ലെങ്കിൽ സ്ഥലം അനുവദിച്ചില്ല, അതിൻ്റെ പിന്നിൽ ഗൂഢസംഘങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞതിലൊന്നും വിഷമിക്കാനോ ചെറുപ്പക്കാരായ ആളുകളോട് പ്രത്യേകിച്ചും അതൊന്നുമില്ല. ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന് വേണ്ടി ദഅവത്ത് നടത്തുമ്പോൾ ഇത് നടത്തും. എനിക്കറിയാം, ഈ വേങ്ങരയിൽ തന്നെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരും ആത്മാർത്ഥതയുള്ളവരും ഉണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ളവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരും നമ്മളെയൊക്കെ അതിനുവേണ്ടി വല്ല ക്ലാസ്സുകളൊക്കെ എടുക്കാൻ കൊണ്ടുവന്നവരും അതിനൊക്കെ സാമ്പത്തികമായും സമയവും ഒക്കെ കണ്ടെത്തിയിരുന്നവരും ഒക്കെയായിട്ടുള്ള ഇവിടെയുള്ള പല നേതാക്കളുമായും ഞാൻ നേരിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിച്ചു പോകരുത്. ഖുൽ ഇന്നമാ അഇദുക്കും ബിവാഹിദത്തിൻ അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദ സുമ്മ തതഫക്കറു മാ ബിസാഹിബിക്കും മിൻ ജിന്ന. ഖുർആനിൽ ഒരു വചനമുണ്ട്,
40 കൊല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിടയിൽ, അവർക്കിടയിൽ, ആ ഖുറൈശികൾക്കിടയിൽ അൽ അമീനായി അറിയപ്പെട്ടു, ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി കൊണ്ടല്ല അവർ അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചത്, അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ടല്ല അവർ അൽ അമീൻ എന്ന് വിളിച്ചത്. യതീമായി പിറന്ന് യതീമായി വളർന്ന് അബൂ താലിബിന്റെ കീഴിൽ പട്ടിണിപ്പാവത്വങ്ങളുടെ കുടുംബത്തിൽ യതീമായി വളർന്ന ആ കുട്ടിയെ അൽ അമീൻ എന്ന് വിളിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വസ്തത കൊണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ടായിരുന്നു, അദ്ദേഹം സത്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ആ അൽ അമീനിനെ അവർ ഷാഇറുൻ, കവിയാണ്, മജ്നൂൻ, ബാധ കൂടിയ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. വഖാലു ഷാഇറുൻ മജ്നൂൻ. അവരോടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ഇന്നമാ അഇലുക്കും ബിവാഹിദ, പറയുക നബിയെ ആ ജനങ്ങളോട്, ഞാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വഅദ് പറഞ്ഞു ഉപദേശിച്ചു തരുന്നത്. അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഒന്ന് നിൽക്കുക. കുറച്ചു നേരം നിങ്ങളൊന്ന് നിൽക്കി, തിരക്ക് കൂട്ടല്ലേ എന്നർത്ഥം. നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് നിൽക്കുക എന്നുള്ളതിനേക്കാളും ബഹളം വെക്കാതെ, കലഹിക്കാതെ നിങ്ങളൊന്ന് ശാന്തമായി നിൽക്കുക. മസ്ന, ഇരട്ടയായിട്ട് 2 ആൾ കൂടി നിന്നോളി. വഫുറാദ, അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് നിന്നോളി. സുമ്മ തതഫക്കറു, എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മാ ബി സാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദിന് ഒരു ജിന്നത്തും ഉണ്ടായിട്ടില്ല, ഒരു ബാധയും ഉണ്ടായിട്ടില്ല, ഒരു ഭ്രാന്തുമില്ലല്ലോ. പക്ഷെ നിങ്ങൾ ആൾക്കൂട്ടം കൂടുമ്പോൾ, ഓ ഇബനദാ ഭ്രാന്തൻ, ഓന ജിന്നു കൂടിയവൻ, അല്ലെങ്കിൽ ഓന ഭ്രാന്ത് പിടിച്ചവൻ, അവൻ മജ്നൂനാണ് എന്ന് നിങ്ങൾ ആളുകൂട്ടം കൂടുമ്പോൾ പറയും. കാരണം മറ്റവൻ എന്താ പറയണ്ട്, ഓനെ പറയുന്ന മാതിരി ഞാനും കൂക്കും പറയും. നമ്മളെ ആൾക്കാരൊക്കെ എന്താ പറയണ്ടെന്ന് അതിൻ്റെ കൂടെ ഞാനുമാണ് കൂടും, കമ്മിറ്റിൻ്റെ കൂടെയാണ് കൂടും. അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഒറ്റക്ക് നിൽക്കി, ഒറ്റക്ക് ആലോചിക്കി, ഭ്രാന്തുണ്ടോ, ഞാൻ ജിന്ന് ബാധ ഏറ്റവനാണോ, അല്ലെങ്കിൽ ഞാൻ ജിന്നിനോട് ആരാധിക്കുന്നവനാണോ? നിങ്ങളൊന്ന് പറയും എന്നെ പറ്റി, അല്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാരെ പറ്റി പറയും, കേവിനെ പറ്റി പറയും. അവരൊക്കെ ഇവിടെ ഇരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ പറയണ്ട, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും പറയാം. ആരാ ഇവിടെ ജിന്നിനെ ആരാധിക്കുന്നവർ? കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു വ്യാഴവട്ടക്കാലത്തോളം നേതൃത്വം നൽകിയ ഏറ്റവും വലിയ സുപ്രീം നേതാവ് ഒരു സുന്നി മാസികക്ക് ഇത് കൊടുത്തു. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, ഒരു വസ്തുത പറയാം. ഇന്റർവ്യൂ കൊടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു വിഭാഗം ജിന്നിനെ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക. കൂട്ടത്തിൽ ചിന്തിച്ചാൽ പറ്റില്ല. കൂട്ടത്തിൽ ചിന്തിക്കുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളാണ്. കാരണം പല കൂട്ടത്തിലുണ്ടാവും, ബിസിനസ് കൂട്ടുണ്ടാവും. അപ്പോൾ ആ ബിസിനസ് ഒപ്പം കച്ചവടം നടത്തുന്നതോലെ പറ്റി പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കുടുംബ കൂട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ ഇപ്പോൾ മറ്റേതിൻ്റെ എടുത്ത് പറയുമ്പോൾ, ഞാനിപ്പോൾ ഓനെ എതിര് പറഞ്ഞാൽ ഓനക്ക് ആ മറ്റേ വിഷയം ഓണ്ട് പുറത്തേക്ക് പറയും. അപ്പോഴൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് വേണ്ടി പറയാം. അതല്ല, ഒറ്റക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ആരാണ് സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹാനായ നേതാവ് ആധികാരികമായി നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു വിഭാഗം ജിന്നിനോട് ആരാധിക്കുന്നു, ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ മുശ്രിക്കായി പോയി എന്നല്ലേ? എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ എഴുതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പള്ളിയിൽ കടുപ്പിക്കാൻ പാടില്ലല്ലോ, ഉണ്ടോ? മുശ്രിക്കിനെ ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്കുകൾ നജസാണ്. അവർ ഇന്നു മുതൽ ഇക്കൊല്ലത്തിന്റെ ശേഷം ഇനി പള്ളിയിലേക്ക് അടുക്കാൻ പാടില്ല, പള്ളിയിൽ കയറാൻ പാടില്ല, നജസുകളാണ് മുശ്രിക്കുകൾ. അല്ല ഇതിന്റെ അർത്ഥം? നമ്മളെല്ലാവരും കൂടി ഇപ്പോഴല്ലേ, ഇപ്പൊ 2-5 മിനിറ്റ് മുമ്പല്ലേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഞങ്ങളെ നേരായ വഴിയിൽ ചേർക്കണമേ, നീ അനുഗ്രഹിച്ച ആ നല്ലവരായ ആളുകളുടെ വഴിയിൽ, കോപ്പിക്കപ്പെട്ടവരുടെ വഴിയിലല്ല, പിഴച്ചവരുടെ വഴിയിലല്ല, ഞങ്ങളിനി ചേർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഒന്നിച്ചൊന്നിച്ച് ആമീൻ ചൊല്ലിയവരല്ലേ നമ്മൾ? ഈ ആമീൻ ചൊല്ലിയ 1, 2, 3, 4, 5, 6
സൊഫിലിരിക്കുന്നവർ ജിന്നുകളെ ആരാധിക്കുന്നവരാണോ? എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ ജിന്നിനെ ആരാധിക്കുന്ന മുശ്രിക്കുണ്ട്. പറയാൻ പറ്റുമോ? എന്തൊരു അസംബന്ധമാണിത്. ഞാൻ ഇവിടെയുള്ള ആളുകളോട്, ഞാൻ ഞാൻ എൻ്റെ നാടും കൂടി അതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊക്കെ മീൻ പച്ചയും വാങ്ങാനും പച്ചക്കറിയൊക്കെ വാങ്ങാനും ഇവിടെ വരലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെയുള്ള ആളുകളോട് ഞാൻ സംസാരിക്കേണ്ടത്, ഇത് സഹോദരന്മാരെ, നേതാക്കളെ, ഇക്കാക്ക, കാരണവരെ, ഇത് വഞ്ചനയാണ്. ഇത് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും തമ്മിലടിപ്പിച്ച പോലെ സഹാബികളിൽ ഒരു വിഭാഗത്തെയും അപ്പുറത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും യുദ്ധത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച പോലെ വാഖിഅത്തു സിഫീൻ ഉണ്ടായതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തലക്കടിച്ച് കൊന്ന് മുസ്ലിം സമുദായത്തിൽ കലഹമുണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ഏതോ ഒരു ഗൂഢസംഘമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ ആധികാരികമായ സംഘടനയായ ഈ പ്രസ്ഥാനത്തിന് തൗഹീദിന് വേണ്ടി നിലനിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെ തമ്മിലടിപ്പിച്ചതും ഒരു വിഭാഗം ശിർക്ക് ചെയ്യുന്നവരും മുശ്രിക്കീങ്ങളുമാണ്. അതിനുവേണ്ടി വാദപ്രതിവാദവും സംവാദവും ഒക്കെ നടത്തേണ്ടി വന്നതിന്റെ പിന്നിൽ ഇത് ഒരിക്കലും മതമല്ല സഹോദരന്മാരെ, മതമല്ല. ആത്മാർത്ഥമായി ഇത് ഉപദേശിക്കുകയാണ്. ഇത് മതമല്ല. നമ്മളുടെ മതം നമ്മൾ തകർന്നു പോകരുത്. ഇസ്ലാമിക ചരിത്രം എവിടെയും നമുക്ക് ഉദ്ധരിക്കാവുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം കഴിഞ്ഞ് സഹാബികളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു യുദ്ധം? നബി പങ്കെടുക്കാത്തൊരു യുദ്ധം. ആ യുദ്ധത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഉസാമത്ത് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് പറഞ്ഞു, നബി ഇങ്ങനെയൊക്കെയാണ് യുദ്ധത്തിലുണ്ടായത്. റസൂലുള്ളാഹി പങ്കെടുക്കാത്തതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഉസാമത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടായി. എന്നിട്ട് എന്തേ സംഭവിച്ചു? അവസാനം ശത്രുക്കളുടെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചങ്ങാതി തലങ്ങും വലങ്ങും വെട്ടി വാളു വീശി ഭീകരത ഉയർത്തി മുസ്ലിമീങ്ങളെ ഭീഷണിപ്പെടുത്തിയും മുറിവേൽപ്പിച്ചും വെട്ടിപ്പരിക്കേൽപ്പിച്ചും കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ റസൂലെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെന്നു മുന്നേക്ക്. ഞാൻ ധൈര്യസമേതം ചെന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് തട്ടിമാറ്റി. അവൻ്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു. അവന് ഞാൻ തള്ളിയിട്ടു നിലത്ത്. അവൻ്റെ നെഞ്ചത്ത് ഞാൻ കയറിയിരുന്നു. വാളുകൊണ്ട് അവൻ്റെ നേരെ ഓങ്ങി. ഞാൻ അവനെ വെട്ടാൻ വേണ്ടി ഓങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള നേരം എന്ന് പറഞ്ഞൊരു വെട്ട് കൊടുത്തു. അവൻ മരിച്ചു. അവനും മരിച്ചു. അങ്ങനെ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു. ഉസാമത്ത് റളിയല്ലാഹു അൻഹു നബിക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് യുദ്ധസംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അദ്ദേഹം ചാരിയിരിക്കുകയായിരുന്നു. ഒതുങ്ങണ്ടി എഴുന്നേറ്റ് നിന്നിട്ട്, നീ അഖതൽതഹു വഖദ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും നീ അവനെ കൊന്നോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. റസൂലുള്ളാഹി ചോദിച്ചു, അഫലാ ശഖഖത ഖൽബഹു, അവൻ്റെ ഖൽബ്, ഹൃദയം നീ കീറി നോക്കിയോ? ഓ രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതാന്ന്. ഉസാമത്ത് റളിയല്ലാഹു അൻഹു കണ്ണിൽ നോക്കി, മറുപടിയില്ല. എനിക്ക് സാഹചര്യത്തിൽ നിന്ന് മനസ്സിലായതാണ് ഓന് രക്ഷപ്പെടാൻ വേണ്ടിയാ ചൊല്ലിയത് എന്നേ ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമാദാ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, കൊന്ന നീയും കൊല്ലപ്പെട്ട അയാളും കൂടി അല്ലാഹു തആല അയാളെയും കൂടി വിചാരണക്ക് വെക്കുമ്പോൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉസാമത്തെ നീ എന്തു ചെയ്യും? എന്തു പറയും അള്ളാഹുവിനോട്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നീ എന്തു ചെയ്യും? ഉസാമത്ത് റളിയല്ലാഹു അൻഹു മിണ്ടാതെ തലയും താഴ്ത്തിയിരുന്നു. റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, ഫമാദാ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅ യൗമൽ ഖിയാമ, ഫമാദാ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ വന്നാൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്തു ചെയ്യും? ഉസാമത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് വെല്ലെ എഴുന്നേറ്റ് പോയി. അദ്ദേഹം പറഞ്ഞു, കൂട്ടരെ, ഞാനൊരു അബദ്ധം ചെയ്തിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരു മനുഷ്യനെ കൊന്നു. അയാൾ മുശ്രിക്കായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ചൊല്ലിയതാണെന്നും വിചാരിച്ചു കൊന്നു. ഞാനത് അബദ്ധത്തിലാണ്. ഞാൻ ഇന്ന് മുസ്ലിമായ ആളാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പണ്ട് മുസ്ലിം ആയതുകൊണ്ടല്ലേ യുദ്ധത്തിന് പോകേണ്ടി വന്നതും ഈ ഒരു അബദ്ധം എൻ്റെ കയ്യിൽ വന്നതും.
ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യനോട് സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ട് പോലും പ്രവാചകൻ ചോദിച്ചത് ഫമാദാ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നീ എന്ത് ചെയ്യുമെന്നാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് നാടും വീടും സമ്പത്തും ശരീരവും സ്വന്തം മക്കളെയും കുടുംബങ്ങളെയും എല്ലാം ഒഴിവാക്കി, മാതാപിതാക്കളെ വരെ ഒഴിവാക്കേണ്ടി വന്ന് ത്യാഗം സഹിച്ച ഫഖീറുമാരായ ദാഴികളും സാധാരണക്കാരായ ദാഴികളും അത്യാവശ്യമൊക്കെ ജീവിക്കാൻ വകയുള്ള ദാഴികളുമായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ, ഇവരൊക്കെ ജിന്നിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്താക്കാൻ എത്രമാത്രം ധിക്കാരമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് നമ്മളെ രക്ഷപ്പെടുത്തുക ഈ തെറ്റിൽ നിന്ന്? ഈ തെറ്റിന്റെ പിന്നാലെ നടന്ന് കുറെ ആളുകളെ ജിന്നൂരികളെന്നും ജിന്നിനെ ആരാധിക്കുന്നവരുമെന്ന് പറഞ്ഞ് പരിഹസിച്ചും പുറത്താക്കിയും പള്ളികളിൽ നിന്ന് ഇമാമത്തിൽ നിന്ന് വരെ അവരെ മാറ്റി നിർത്തി ഇമാമ് നിൽക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ് പള്ളികളിൽ നിന്നൊക്കെ മാറ്റി നിൽക്കുമ്പോൾ ഈ ഒരു വാക്കിന്റെ വില, ഇതിന്റെയൊക്കെ കടുകടുപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് സഹോദരന്മാരെ. സംഘടന നമ്മളെ രക്ഷിക്കുമോ? സംഘടന എന്ന് പറഞ്ഞാൽ ഇതൊരു വണ്ടി മാത്രമാണ്. ആ വണ്ടിക്ക് അങ്ങോട്ട് പോയിട്ട് ചമ്മാടുക്ക് പോകേണ്ട വണ്ടിയാണെങ്കിൽ നമ്മൾ അതിൽ കയറിയിരിക്കുന്നു, ചമ്മാടുക്കാണ് എനിക്ക് എത്താനുള്ളത് എന്നുള്ളതുകൊണ്ട്. അത് മണ്ണിൽക്കയിലൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വേറെ വണ്ടി പോകേണ്ടി വരും. സ്വാഭാവികമല്ല. അല്ലാതെ വണ്ടിയിൽ തന്നെ എനിക്ക് വീട്ടിൽ എത്തണ്ട, ഈ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റുമോ? എന്തായാലും അത് ഇവിടെ ഇനി നാളെ പോവുള്ളൂ, നന്നാക്കിയിട്ട് ചക്രമൊക്കെ മാറ്റിയിട്ട് എങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങാം. നമ്മൾ നടക്കെങ്കിലും ചെയ്യും ചമ്മാട്ടക്ക് അല്ലേ? സംഘടന, നമ്മൾ എന്നും ഈ സമൂഹത്തിനോട് പറഞ്ഞത് സംഘടന എന്ന് പറയുന്നത് ഒരു സംവിധാനം മാത്രമാണ്, ഒരു സംവിധാനം മാത്രമാണ്. പിന്തുടരപ്പെട്ട നേതാക്കന്മാർ പിന്തുടർന്ന അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു ദിവസമുണ്ട്. ആരും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല അല്ലേ? അംലം യുനബ്ബ ബിമാ ഫീ സുഹ്ഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസ്റു വാസിറത്തും ബിസ്റ ഉഖ്റ. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഏടുകളിൽ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളത് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വസ്തുത, അല്ലാ തസ്റു വാസിറത്തും ബിസ്റ ഉഖ്റ. ആരുടെയും പാപം മറ്റൊരാൾ പേറേണ്ടി വരികയില്ല. നാം ചെയ്ത പാപം നമ്മൾ പേറണം. ആർക്കാനും വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാരെ ജിന്നിനെ ആരാധിക്കുന്നവരും പിശാചിന്റെ പിന്നാലെ പോകുന്നവരും പറഞ്ഞ് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും മുശ്രിക്കുമാക്കി ദീനിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാക്കി തള്ളിക്കളയുകയും ചെയ്താൽ ഇതിന് മറുപടി പറയാൻ ഖബർ മുതൽ ബർസഖിലെ ജീവിതം മുതൽ പരലോകം വരെ ഇതിന് മറുപടി പറയാൻ ഞാൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പാർട്ടി പ്രസിഡന്റും സെക്രട്ടറിയും നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ വരില്ല എന്ന ഒരു ബോധം ഈ സാധാരണക്കാരനെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മൾ. അതിനായി ഈ ദഅവത്ത്. സഹോദരന്മാരെ, ഈ ഒരു അബദ്ധത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ഒരു നൂറ്റാണ്ട് കാലം നമ്മളൊക്കെ KNM തന്നെ. ഈ KNM എന്ന് പറയണമെങ്കിൽ ഈ പാർട്ടിന്റെ മെമ്പർഷിപ്പുമായി ചെന്നാലേ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ എന്നുള്ള അർത്ഥത്തിലുള്ള KNM അല്ല. മുജാഹിദ് പ്രസ്ഥാനം തൗഹീദും സുന്നത്തും ഈ ജനങ്ങളിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു സംവിധാനം, ഒരു വേദി മാത്രമാണ്. ആ വേദിയിലേക്ക് വേറെ വേദി ഉണ്ടോ? ഒരു വേദി മാത്രമാണ്. നമ്മളൊക്കെ മുജാഹിദ് പ്രവർത്തകന്മാർ. നമ്മളതിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും പുറത്ത് സ്വയം പോന്നാലും, കുറേ ആളുകൾ സ്വയം പോന്നവരുണ്ട്, കുറേ ആളുകൾ പുറത്താക്കപ്പെട്ടവരുണ്ട്. പുറത്താക്കപ്പെട്ടവരാണെങ്കിലും പോന്നവരാണെങ്കിലും ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചവരാണെങ്കിലും നമ്മളൊക്കെ മുജാഹിദ് പ്രവർത്തകരാണ് എന്ന് കരുതി നമ്മളെ ഈ 5 റുപ്യയുടെ മെമ്പർഷിപ്പ് ഖബറിൽ രക്ഷപ്പെടുത്തുമെന്നോ പരലോകത്ത് രക്ഷപ്പെടുത്തുമെന്നോ വിശ്വസിക്കുന്നവരല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നൂറ്റാണ്ട് കാലം. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം
ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനഫലമായി വളർത്തിയെടുത്ത ഒരു മഹത്തായ സന്ദേശത്തിന്റെ കായും പൂവും അതിന്റെ ഫലങ്ങളും നുള്ളി അത് തിന്ന് അത് ഭുജിക്കുകയും അത് ആസ്വദിക്കുകയും കണ്ടാസ്വദിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു ഈ കഴിഞ്ഞ 10-15 കൊല്ലത്തിന് ശേഷമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പുതിയതും പഴയതുമായ മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, IT കോളേജ് സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ ഇഫ്ലു പോലെയുള്ള, അലിഗർ പോലെയുള്ള, ജവഹർലാൽ JNU പോലെയുള്ള സ്ഥാപനങ്ങൾ, അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന മലയാളികളായ കുട്ടികൾ, പ്രത്യേകിച്ചും കേരളത്തിലെയൊക്കെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ വരെ ദീനിന്റെ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരാൻ 1000-ഉം 1500-ഉം പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ ഒരു പന്തലിന്റെ ചുവട്ടിൽ മണിക്കൂറുകളോളം ഇരുത്താൻ മാത്രം ഇരുത്തി ഒരു ശ്വാസം പോലും അയക്കാതെ അള്ളാഹുവിന്റെ ദീൻ കേൾപ്പിക്കാൻ മാത്രം അവർക്ക് അറിവും ക്ഷമയും അദബും ഇസ്ലാമികമായ മര്യാദയും ഉണ്ടാക്കി കൊടുത്ത പ്രസ്ഥാനമാണിത്. രണ്ടത്താണിയിലെ മുജാഹിദ് MSM സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ, ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അമുസ്ലിമായ വിപ്ലവകാരിയായ നേതാവ് ഞങ്ങളോട് ചോദിച്ചു, ഈ മുടുമുടുക്കുള്ള രക്തം തട്ടിത്തെറിക്കുന്ന ഈ കുട്ടികളെ, യുവാക്കളെയും യുവതികളെയും മണിക്കൂറുകൾ നീണ്ട നിങ്ങളുടെ ഈ ഘോരഘോര പ്രസംഗങ്ങൾ കേട്ടിട്ട് ഒരു ശ്വാസം പോലും അയക്കുകയോ ഒരു കാല് ചുരുട്ടി വെച്ച കാല് നീട്ടിവെക്കുകയോ ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ഇരുത്താൻ നിങ്ങൾ ചെയ്ത മാസ്മര ശക്തി എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ മറുപടി പറഞ്ഞത്, അവർക്ക് ഞങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധമുണ്ടാക്കി കൊടുത്തു എന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രമുഖനായ ഒരു റിട്ടയർഡ് പ്രൊഫസർ ചോദിച്ചത്, അല്ല പറപ്പൂരെ, നിങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വരേണ്ട കുട്ടികൾ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വൈകുന്നേരം അവരുടെ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ വല്ല അറബി കോളേജിൽ നിന്ന് വരേണ്ട കുട്ടികളെ മാതിരിയാണ്. ആ പെണ്ണുങ്ങളെ കണ്ടാലും ആണുങ്ങളെ കണ്ടാലും അവരുടെ താടിയും അവരുടെ പാൻറ്റും ഒക്കെ കണ്ടാൽ, അവരുടെ മക്കനെയും അവരുടെ പർദ്ദയും അവരുടെ കീറാത്ത ഓപ്പൺ ചെയ്യാത്ത അവരുടെ ആ പർദ്ദയല്ല എന്താ ചുരിദാറൊക്കെ കണ്ടാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ കുട്ടികളെ ചേൽക്കാക്കിയത്? അത്രയധികം മാറ്റം ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന ഫലമായി ഇതിൻ്റെ പൂവും കായും കായ്ച്ചു നിൽക്കുന്ന പൂക്കൾ കൊച്ചു കൊച്ചു വിദ്യാർത്ഥികൾ പോലും ഇസ്ലാമികമായ നവോത്ഥാന രംഗത്ത് സ്വയം ജീവിതത്തിലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലും എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർന്ന് വലുതാകുന്നത് കണ്ടപ്പോൾ അവരെ കണ്ടുകൂടാത്ത, അവരെ ഭോഷ്കന്മാരായിട്ടും അവരെ നിക്കറുടുത്തവരായിട്ടും മുട്ടുവരെ എത്തുന്ന താടി ധരിച്ചവരായിട്ടും ഭൂതങ്ങളായിട്ടും നടക്കുന്ന ചലിക്കുന്ന ശിവലിംഗങ്ങളായിട്ടും പർദ്ദയിട്ട പെണ്ണുങ്ങളെ ചലിക്കുന്ന ശിവലിംഗങ്ങളായിട്ടും അധിക്ഷേപിച്ച് അവരെ ചവിട്ടിപ്പുറത്താക്കാൻ മാത്രം ഈ പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമെന്താണെന്ന ഈ മുറിവ് തിരിച്ചറിയാതെ ഇതിന്റെ പിന്നാലെ കൂക്കുന്നവരുടെ പിന്നാലെ കൂക്കാൻ നടന്നാൽ ജീവിതം ശാശ്വതമായ നഷ്ടത്തിലായിരിക്കും. 10, 40, 50, 60, 70 കൊല്ലം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത് അതിനുവേണ്ടി ത്യാഗം ചെയ്ത് പണം ചെലവാക്കി അതിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ കൂക്കുന്നവരുടെ കൂടെ ഈ പ്രസ്ഥാനത്തെ അതാ പോകുന്നു ജിന്നൂരികൾ എന്ന് പറഞ്ഞ് കൂക്കി വിളിച്ച് ഈ നിലക്ക് നടന്നാൽ സഹോദരന്മാരെ, ജീവിതം ഒരു ദുരന്തമായി അവസാനിക്കുമെന്നാണ് എനിക്ക് ഇവിടെയുള്ള ഈ സമ്മേളനമൊക്കെ മുടക്കാൻ വേണ്ടി നേതൃത്വം നൽകിയവരുണ്ടെങ്കിൽ അവരോടും എനിക്ക് ദീനിന്റെ പേരിൽ ഉപദേശിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് വരണം എന്ന് പറയുന്നില്ല. ഒരു വസ്തുത, ആരും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ആരും ശിർക്കും അപകടകരമായ വിദഅത്തുമായ ചികിത്സാ രീതിയിലേക്ക് പോകുന്നില്ല. ജിന്ന് ചികിത്സ എന്നൊക്കെ പറഞ്ഞ് അത് ഈ ഞങ്ങളൊന്ന് ഉള്ളി തൊലിച്ചു നോക്കിയാൽ മതി. ജിന്ന് ചികിത്സ ഒക്കെ ആരാ നടത്തിയതെന്ന് ശരിക്ക് 4 ആളുകൾ അറിയുന്ന ഒരു കാലം വരും. അപ്പം അറിയാം ആരാ ജിന്ന് ചികിത്സക്ക് പോയതും അതിനൊക്കെ കാര്യമായി ഇറങ്ങിയതോ എന്നൊക്കെ കാര്യമായിട്ട് നോക്കി അറിയാം. ഇത് പുറത്താക്കപ്പെട്ടവരല്ല, പുറത്താക്കുന്നവരാണ് ഇതിൻ്റെയൊക്കെ മുന്നിലുണ്ടായിരുന്നത്. അതൊക്കെ മറച്ചു വെക്കുകയാണ് എന്ന് ഇൻഷാ അള്ളാഹ് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും സഹോദരന്മാരെ.
അപ്പോൾ വെറുതെ ആ തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അബദ്ധം എല്ലാവർക്കും വരും, അബദ്ധമല്ല, നാക്കുപിഴവുകൾ വരും, വാക്കുപിഴവുകൾ വരും, വികാരങ്ങൾ വരും, രൂക്ഷത വരും, അസൂയയും പകയും ഒക്കെ വരും. ചില ആളുകളൊക്കെ ഇങ്ങനെ ആവുമ്പോൾ ഒരു അസൂയൊക്കെ ഉണ്ടാവും. ഇതിലൊന്നും നമ്മൾ വശംവദരാവാതെ ആ പഴയ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകുക. എനിക്കിവിടെ കൂടിയ ഇതിൻ്റെ സംഘാടകരോടും പറയാനുള്ള വെറുതെ ഒരു വീറും വാശിക്കും വേണ്ടി പോകേണ്ടതില്ല. അങ്ങനെയൊന്നും ഇസ്ലാഹി പ്രസ്ഥാനം ദീനി പ്രസ്ഥാനം ഉണ്ടാവില്ല, വീറും വാശിക്കും ഉണ്ടാവില്ല. നമ്മൾ ഐക്യപ്പെടും ഇൻഷാ അല്ലാഹ്, ഒന്നിക്കും. ഒന്നിക്കിൻ്റെ ഇടക്ക് മാക്കാൻ അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിന ത്വയ്യിബ്. അതിവിടെ സംഭവിക്കും. അത് എന്നും ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിലോ 1200 കൊല്ലത്തിൻ്റെ മുമ്പുണ്ടായ അനേകം കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഒരു ചർച്ച, ഒരു തർക്കം ഒരുപാട് പണ്ഡിതന്മാർ ശരിക്കും അതിനെ വിശദീകരിച്ച് അതൊരു തർക്കത്തിൻ്റെ മറ പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിഭാഗം ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പ്രസ്താവന കൊടുക്കാൻ മാത്രം വലിയവർക്ക് തോന്നിയത് എന്താണെന്നറിയാമോ? മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. അല്ലാഹു തആല സത്യവിശ്വാസികളെ അങ്ങനെയാണ്ട് വിടുകയില്ല. അലാ മാ അൻതും അലൈഹി, ഈ നടക്കേണ്ട മാതിരി അതേ രൂപത്തിൽ തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി വിടുകയില്ല. ഹത്താ യമീസൽ ഖബീസ മിന ത്വയ്യിബി. ഈ ആളുകളിൽ നിന്ന് ഖബീസുകൾ ആരാണ്, മോശക്കാരാരാണ്, നല്ലവരാരാണ്, ത്വയ്യിബും ഖബീസിനെയും വേർതിരിക്കുന്നത് വരെ ഈ ഒരവസ്ഥയിൽ അല്ലാഹു വിടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫിൽട്രേഷൻ, ഒരു അരിപ്പ കൊണ്ട് അള്ളാഹു നമ്മളെ അരിക്കും. എക്കാലഘട്ടത്തിലും എന്നൊന്ന് അരിക്കും. ഖബീസും ത്വയ്യിബും, നല്ലതും ചീത്തയും ഒന്ന് വേർതിരിക്കും എല്ലാ കാര്യത്തിലും. ആ ഒരു വേർതിരിവ് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും പറയാനുള്ളത്, കൂക്കുന്നവരെ കൂടെ കൂക്കാൻ പോകാതിരിക്കുക. ഒറ്റക്ക് ആലോചിക്കുക, ആരാണ് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഈ ചികിത്സ അള്ളാഹു നിരോധിച്ച സിഹറും മാട്ടും ചികിത്സയുമായി പോകുന്നവരാണോ ഈ തൗഹീദിന് വേണ്ടി പ്രസംഗിക്കാനും അതിന് പ്രവർത്തിക്കാനും അതിനുവേണ്ടി നോട്ടീസ് ഒട്ടിക്കാനൊക്കെ നടക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകന്മാർ? അല്ല, ഇവരെ പറ്റി ആരോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വ മീകാഈല വ ഇസ്രാഫീൽ. അല്ലാഹുവേ, ജിബ്രീലിന്റെ റബ്ബേ, മീകാഈലിന്റെ നാഥ, ഇസ്രാഫീലിന്റെ നാഥ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനെ, ആലിമൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്ന തമ്പുരാനെ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. നിന്റെ അടിമകൾക്കിടയിൽ നീയാണ് തമ്പുരാനെ യഥാർത്ഥത്തിൽ വിധി കൽപ്പിക്കുന്നവൻ. ഇഹ്ദിനി, എന്നെ നീ ഹിദായത്തിലാക്കണമേ. ലിമഖ്തുലിഫ ഫീഹി, ഈ ഭിന്നതയുടെ കാര്യത്തിൽ, ഭിന്നിക്കപ്പെട്ട വിഷയത്തിൽ, ഇലൽ ഹഖി മിനൽ ഹഖി, സത്യത്തിന്റെ കാര്യത്തിലുള്ള ഈ ഭിന്നതയിൽ എനിക്ക് നീ ഹിദായത്ത് നൽകണമേ. ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ വഴി കാണിക്കുന്നവനാണല്ലോ തമ്പുരാനെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ തിളക്കുന്ന ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച പോലെ നെഞ്ചകത്തിൽ നിന്ന് വേദനയുടെയും സങ്കടത്തിന്റെയും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ, ഭിന്നതയുള്ള വിഷയത്തിൽ, ഹക്കിന്റെ കാര്യത്തിൽ എവിടെയാണോ ഭിന്നത, ഈ ഭിന്നതയുള്ള വിഷയത്തിൽ ഹക്കിന്റെ മാർഗത്തിലേക്ക് വഴി കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാ വേണ്ടത്. എല്ലാവരും പ്രാർത്ഥിക്കുക. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവരും, പ്രാർത്ഥിക്കുന്നു എന്ന് ആരോപിക്കപ്പെട്ടവരും, ആരോപകന്മാരും പ്രാർത്ഥിക്കുക. പഠിച്ചോനെ, ഹക്ക് എവിടെയാണ്? ഇറ്റങ്ങളൊക്കെ അങ്ങനെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? പഠിച്ചോനെ, എന്നാ ഓലെടുത്തുനിന്ന് ഞങ്ങൾക്ക് കയ്യിലായി തരണേ ഞങ്ങളെ പ്രസ്ഥാനത്ത്. അതല്ല, എന്നിട്ട് നമ്മളെ ഒരു മാർഗത്തിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പറയാം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂക്കുന്നവരുടെ കൂടെ കൂട്ടുക്കാൻ പോകാതെ ഇസ്ലാഹി പ്രസ്ഥാനം, നമ്മുടെ നേതാക്കന്മാർ ഒരു നൂറ്റാണ്ട് കാലം നമ്മളെ പഠിപ്പിച്ചൊരു സത്യമുണ്ട്, നമ്മൾ ഒന്നിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ഒന്നിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. ആ ഒരു സത്യത്തിലേക്ക്, ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരിക. ഞാൻ അവസാനിപ്പിക്കുന്നു.
നമ്മുടെ ജനുവരി അവസാനത്തിലെ 25, 26 ദിവസങ്ങളിലെ ആ സമ്മേളനത്തിൻ്റെ പ്രചരണ യോഗം ഈ മണ്ഡലത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ ദഅവത്ത്, നമ്മളെ ഈ പ്രസ്ഥാനത്തെ ഇതിൽ തന്നെ ഒന്നിച്ചു നിന്ന് ഈ വന്ന പോലെ തന്നെ ഈ ദഅവത്ത് നടത്താനും ഈ ദഅവാ രംഗത്ത് മുന്നേറാനും ഇതിൻ്റെ നേതാക്കൾക്കും അനുയായികൾക്കും പണ്ഡിതന്മാർക്കും സാധാരണക്കാരനും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടിപ്പിച്ച് മർദ്ദകരും മർദ്ദിതരുമാക്കി, പുറത്താക്കുന്നവരും പുറത്താക്കപ്പെടുന്നവരുമാക്കി, മുശ്രിക്ക് ആരോപിക്കുന്നവരും മുശ്രിക്കീങ്ങളായി ആരോപിക്കപ്പെട്ടവരുമാക്കി വേർതിരിക്കുന്ന പിശാചുക്കളെ അല്ലാഹു തആല ആ പിശാചുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.